നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ യുജീനിയ എന്നുള്ള ഒരു ചെടിയെക്കുറിച്ചാണ്. യുജീനിയ, ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് സിസിജിയം കാംപനുലേറ്റം. സിസിജിയം കാംപനുലേറ്റം എന്നാണ്. ഇതൊരു നിത്യഹരിത സസ്യമാണ്. ഇതിൻ്റെ ഫാമിലി മെട്രേസി സസ്യകുടുംബത്തിലെ ഒരു ജീനസാണ് യുജീനിയ. കണ്ടോ, ഇതിൽ ഏകദേശം 1100 തരം സ്പീഷീസുകളുണ്ട്. ഇത് പ്രധാനമായും ഉഷ്ണമേഖല, അതുപോലെ ഉപ ഉഷ്ണമേഖല ഈ പ്രദേശങ്ങളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. വടക്കേ അമേരിക്കൻ, കരീബിയൻ, ബ്രസീൽ, ന്യൂ കാലിഫോർണിയ എന്നിവിടങ്ങളിൽ ഇവയെ കൂടുതലായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ധാരാളം ഇത് കാണുന്നുണ്ട്. ഇതിൽ പൂക്കളും ഇതിൻ്റെ ഇലയുടെ പ്രത്യേകത കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനും ഒരു മിനുസം ഉള്ളതും കട്ടിയുമുണ്ട്. ഇലയ്ക്ക് കട്ടിയുമുണ്ട്, മിനുസവും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പിലോട്ട് വരുമ്പോൾ, തളിരിലകൾ വരുമ്പോൾ അതിങ്ങനെ കളർ മാറിയാണ് വരുന്നത്. കണ്ടോ, ഡാർക്ക് റെഡാണ്, അതായത് ബ്രൗണും കൂടെ ചേർന്ന ഒരു റെഡാണ്. നല്ല മനോഹരമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി സ്പീഷീസ് ഇതിലുണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് മരമായിട്ടോ കുറ്റിച്ചെടിയായിട്ടോ ഒക്കെ ഇതിനെ വളർത്താം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് വെറിഗേറ്റഡ് യുജീനിയാണ്. ഇത് വെറിഗേറ്റഡ് യുജീനിയ നല്ല പൊക്കത്തിൽ നേരത്തെ പറഞ്ഞ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താം, മരമായിട്ട് വളർത്താം കേട്ടോ. ഇത് വെറിഗേറ്റഡ് ആണ്. നല്ല മനോഹരമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ലീഫിൻ്റെയൊക്കെ പ്രത്യേകം നല്ല ഇതായി ബുഷിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൽ ഇതിൻ്റെ ഇലകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സുഗന്ധം ഉണ്ട്. ഇലകൾ നേരത്തെ പറഞ്ഞ നല്ല തിളക്കമുണ്ട്, മിനുസവും കട്ടിയുമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത്. അതുപോലെ പൂക്കളും കായ്കളും ഇതിൽ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ഇതിൽ പൂത്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ വീടുകളിലൊക്കെ നല്ല അലങ്കാര ചെടിയായിട്ട് വളർത്താം. ചിലത് അപ്പം വേറെ ഒത്തിരി സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചിലതിൽ ഇല കായകൾ നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്, കഴിക്കാൻ പറ്റും. ജാമും ജെല്ലികളും ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സവോയിലെ രാജകുമാരൻ യൂജീൻ്റെ ബഹുമാനാർത്ഥമാണ് ഈ ജനുസിന് ഈ പേര് നൽകിയിരിക്കുന്നത്. ഈ ചെടിക്ക് നല്ല സൂര്യപ്രകാശവും ഭാഗികമായ നിഴലും ആവശ്യമാണ്. മണ്ണ് എല്ലാ ചെടികളും നടുമ്പോഴും നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, നല്ല നീർവാഴ്ചയുള്ള മണ്ണ് വേണം. കാരണം വെള്ളം കെട്ടി നിൽക്കാതെ വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണായിരിക്കണം വേണ്ടത്. അതുപോലെ തന്നെ പുതിയതായിട്ട് നട്ട ചെടികൾക്ക് ധാരാളം ജലം കൊടുക്കണം. അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം വെള്ളം ആവശ്യമില്ല. കാരണം ഇതിന് ഈ ചെടിക്ക് വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് ഉണ്ട്. വളപ്രയോഗം നന്നായിട്ട് നൽകണം. അതുപോലെ ഇതിലും കീടങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫ്രൂട്ടിൽ എല്ലാ ഇതും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ല. ചില ടൈപ്പ് മാത്രമേ നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത് ഉള്ളൂ. അപ്പോൾ ആ ഫ്രൂട്ടിൽ, യുജീനിയയുടെ പഴങ്ങളിൽ കരോട്ടിനോയിഡ് ആയ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവയും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വീടിന് ചുറ്റും മതിൽ പോലെ അങ്ങനെ പൊക്കത്തിൽ നട്ടു വളർത്താം. അതുപോലെ അലങ്കാര ചെടിയായിട്ട് നടാം, മരമായിട്ട് വളർത്താം. ഇതിൻ്റെ ഫ്രൂട്ടിന് ഒരു പുളി രസമാണ് ഉള്ളത്, യുജീനിയുടെ ഫ്രൂട്ടിന്. ഇത് ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും നമുക്ക് വളർത്താവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് യുജീനിയ എന്നൊരു പ്ലാന്റിനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇതെൻ്റെ വീട്ടിലെ പ്ലാന്റാണ് കേട്ടോ. അപ്പം വേറെയും ഇച്ചിരി വളർന്ന ഇതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം ഇതിനോടൊപ്പം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യുജീനിയെ കുറിച്ച് ചെറിയ ഒരു അറിവെങ്കിലും ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ വലുതായ അതിൻ്റെ വീഡിയോയും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.